14,000 കിലോമീറ്റർ ഓടിയ ബജാജിൻ്റെ ഫ്രീഡം ബൈക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിപ്പം സർവീസിനായിട്ട് ഷോറൂമിൽ വന്ന വണ്ടിയാണ്. അപ്പം പെയ്ഡ് സർവീസാണ്. ഇതിന് മറ്റൊരു രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റുകളും കസ്റ്റമർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിൻ്റെ അകത്ത് മെയിൻ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ചെയിൻ സോക്കറ്റിൻ്റെ ഒരു സെറ്റിംഗാണ്. ഇനിയും നമുക്ക് മാക്സിമം ഇത് ഡെലിവറി ഒക്കെ ഓടുന്ന വണ്ടിയാണ്. ഇനിയും നമുക്ക് ചെയിൻ സോക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനുണ്ട്. അതോടൊപ്പം ടയറിൻ്റെ തേയ്മാനം, ടയറാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇനിയും നമുക്ക് ഉപയോഗിക്കാനുള്ള നല്ല രീതിയിൽ തന്നെ ടയറും ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയറൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 14,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. അപ്പോൾ അത് CNGയിലും യൂസ് ചെയ്യുന്നുണ്ട് വാഹനം കൂടുതലായിട്ടും. അതോടൊപ്പം പെട്രോളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഡെലിവറി ഓടുന്ന വണ്ടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ വാഹനം അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ള വണ്ടിയാണ്. എടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഓടിച്ച് മുതലാക്കാം. 15,000 കിലോമീറ്ററിൽ അതിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 15,000 സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്റർ, പ്ലഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, ബ്രേക്ക് ഷൂവും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യും. അത് ബ്രേക്ക് ഷൂവിനൊന്നും അത്ര വെയറായിട്ടില്ല, ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അത് പിന്നെ ഓടിക്കുന്ന ഓരോ റൈഡറുടെയും ഇതുപോലെ ഇരിക്കും ബ്രേക്ക് ഷൂവിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ തേയ്മാനം. എന്താണേലും നല്ല വൃത്തിയായിട്ടുള്ളൊരു വാഹനമാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 15,000 കിലോമീറ്റർ ആണെങ്കിൽ പോലും വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും വാഹനത്തിന് വന്നിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എടുക്കാം, മാക്സിമം ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഞങ്ങളിപ്പോൾ കയറ്റമൊക്കെ ആണെങ്കിലും CNGയിലിട്ട് ഓടിച്ച് നോക്കിയിട്ട് ഈ 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്കൊന്നും പ്രത്യേകിച്ച് ഒരു പവർ ലോസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, യൂസ് ചെയ്യാം. ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 15 ഓടിയ വാഹനങ്ങൾ നമുക്കൊന്ന് കൈ കിട്ടുവാണെങ്കിൽ ഒരെണ്ണം ഓടിച്ച് നോക്കിയിട്ട് എടുക്കാമെന്നുള്ളൊരു വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വേണമെങ്കിൽ എടുത്തോ. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ.